ഇന്ന് ഞാനേ ഈ കുർത്തി തയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കണമെന്ന് താല്പര്യം വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. ഇത് കോട്ടൻ്റെ നല്ലൊരു മെറ്റീരിയലാട്ടോ. അപ്പം ഞാൻ അതിന് ലൈനിങ്ങും കോട്ടനാണ് എടുത്തേക്കണം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങുമ്മളാണ് നമ്മൾ ആദ്യം തന്നെ വരച്ച് വെട്ടിയൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ലൈനിങ് ആണ് നല്ല മെറ്റീരിയലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലൈനിങ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള 1-2 അളവുകളേ ഉള്ളൂ. ആ അളവുകൾ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുർത്തി പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ പഠിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതിലാദ്യം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ നെക്ക് ഭാഗമാണ്. കഴുത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ നെക്ക് ഡിസ്റ്റൻസ് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കണം. ആ നെക്ക് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ നെക്ക് ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അടയാളപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് ലൈനാണ്. ആ ചെസ്റ്റ് ലൈനും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആം ഹോൾ കിട്ടണത്. അങ്ങനെ ആം ഹോൾ കഴിഞ്ഞു. പിന്നെ ഇനി വേസ്റ്റിൻ്റെ അടയാളപ്പെടുത്തുക, വേസ്റ്റായി. പിന്നെ നമുക്ക് സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തുക, നേരെ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു 2-3 അളവുകളാണ് നമുക്ക് ഒരു കുർത്തി തയ്ക്കാനായിട്ട് ആവശ്യമുള്ളൂ. കണ്ട, ഞാനത് പെട്ടെന്ന് തന്നെ വരച്ചു, സാധനം വെട്ടിയെടുത്തു. ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, അത്ര സ്പീഡില്ലാത്തവരാണെങ്കിൽ കേട്ടോ, അപ്പോൾ നമുക്കൊരു കുർത്തി അങ്ങ് തയ്ച്ചെടുക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇത്തിരി കുഴിച്ച് വെട്ടണം. അപ്പോൾ അതും ഞാൻ കുഴിച്ച് വെട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വെറുതെ റഫായിട്ട് പറഞ്ഞു പോകണുള്ളൂ കേട്ടോ. കാരണം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെ ഈസി ആയിട്ടൊരു കുർത്തി തയ്ക്കാം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തുണി നമുക്ക് ലെഫ്റ്റ് ഓവർ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു കൈ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൈ വെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2.25 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതിൽ ഇച്ചിരി ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നുള്ള തുണി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ആ ഒരു മോഡലാണ് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ തയ്ക്കുമ്പോൾ അത്യാവശ്യം വേറൊരു ലുക്കും കൂടി കിട്ടും. അങ്ങനെ ഞാൻ കൈ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയായിരുന്നല്ലോ ഫ്രണ്ടിലത്തെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കൈയുടെ അവിടെയും ഒന്ന് കുഴിച്ച് വെട്ടി അങ്ങ് കൊടുത്തേക്കണം. അപ്പോഴാണ് അത് രണ്ടും കൂടിയിട്ട് നല്ല സിങ്കായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ നമുക്ക് ടോട്ടൽ എത്ര ഇറക്കം വേണമെന്ന് നോക്കിയിട്ട് നമ്മളൊരു പീസ് വയ്ക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ പീസിൻ്റെയും കൂടി ഇതേ അളവ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതേ അത്രയും വീതിയാണ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ അതും കൂടി അങ്ങ് വെട്ടി മാറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ഇത് സെറ്റായി. അപ്പോൾ കൈമ ഞാൻ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. കൈമ ലൈനിങ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അങ്ങനെ ലൈനിങ് ഞാൻ നല്ല തുണിയായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് തുന്നി എടുത്തിട്ടുണ്ട്. ആ തുന്നി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള തുണിയൊക്കെ വെട്ടിക്കളയാണ് കേട്ടോ. ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻവാസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്യാൻവാസിൽ ഞാൻ വെട്ടിയെടുത്തു. പിന്നെ അത് അയൺ ബോക്സിൻ്റെ സഹായത്തോടുകൂടി അതിൽ ഒരു വേറൊരു തുണിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ല തുണിയിൽ വെച്ച് മറച്ചടിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഞാൻ റഫായി പറഞ്ഞു പോയത് വേറെ ഒന്നുമില്ല. നിങ്ങളിൽ പലർക്കും സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമില്ലേ? എന്നെക്കൊണ്ട് പറ്റാവോ എന്ന് വിചാരിച്ചിട്ട് ഡൗട്ടായിട്ടിരിക്കണ പലരും ഇല്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ ഇത്. അപ്പം നമുക്കൊരു കഴിവില്ലാണ്ടാണോ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരേ കാര്യങ്ങളും നമ്മൾ ചെയ്യണതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നൊരു മൈൻഡ് ചെയ്ത് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. ആ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ഒരു വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഒരു വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കഴിവില്ലാണ്ടാണോ? ഒരിക്കലും അല്ല. പിന്നെ ജനിക്കുമ്പോൾ ഒരാളും കഴിവും കൊണ്ടല്ല വരുന്നത്. അത് നമ്മളുടെ പല പ്രവൃത്തി പരിചയങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഓരോ കഴിവുകളും നോളജും എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇനി ആരും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് സ്റ്റിച്ചിങ് പഠിക്കാം എന്ന് വേഗം തീരുമാനമാക്കിക്കോ. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് പഠിക്കാം. ഏതാ വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ചിങ്ങൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ വഴി സ്റ്റിച്ചിങ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് വീട്ടിലിരുന്ന് തന്നെ സാവധാനം പഠിച്ചെടുക്കുക. 1 ഇയർ കോഴ്സ് ഉണ്ടാവും, 6 മന്ത്സ് കോഴ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും പിന്നെ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ മെഷീൻ ചവിട്ടാനേ അറിയില്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും മെൻ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അങ്ങനെ പോയി പഠിച്ച വ്യക്തിയാണ്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എൻ്റെ ഇത് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അന്ന് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അളവിൽ എനിക്കൊരു കുർത്ത തയ്ച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എൻ്റെ അളവുകൾ മാത്രം പറഞ്ഞു തന്നാണ് പഠിപ്പിച്ചത്. അളവ് എങ്ങനെ വന്നു എന്നൊന്നും എനിക്ക് അറിയില്ല, അതൊന്നും എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അന്ന്. പിന്നെ കാലക്രമേണ എനിക്ക് അത് കൂടുതൽ അറിയണം തോന്നി. അങ്ങനെ ഞാനൊരു ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് ചേർന്നു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അത്യാവശ്യം എൻ്റേതായ രീതിയിലൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തു, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ഡിസൈൻ പഠിച്ച സമയത്ത് എനിക്കൊരു ഉപകാരം ഉണ്ടായത്, എനിക്ക് കുറച്ച് എംബ്രോയ്ഡറി പഠിക്കാൻ പറ്റി. ബേസിക് എംബ്രോയ്ഡറി അവർ പഠിപ്പിക്കുകയുള്ളൂ. പിന്നെ അതെങ്ങനെ നമ്മളൊരു ക്ലോത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് കുറച്ച് ഇത് വേണം. അപ്പം നമ്മൾ പല സൈറ്റുകൾ നോക്കി എങ്ങനെ ചെയ്യാം അതൊക്കെ അങ്ങനെ പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഹാൻഡ് വർക്കുകൾ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. ഒരുപാട് സാരിയും ബ്ലൗസൊക്കെ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഈ അടുത്താണ് ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയത്, പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർ A to Z എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ കാരണം, എന്നെപ്പോലെ തന്നെ പലരും ഇതെങ്ങനെ പഠിക്കും, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പേടിച്ചിരിക്കണവരുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ബേസിക്കലി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്കാരും അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് തരാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിനെപ്പറ്റി അറിയണവരൊന്നും നമ്മുടെ വീട്ടിലും ഇല്ല. പിന്നെ ചിലർ പറയും തയ്ച്ച് തായോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. ശരിയാവാവോ, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഫൈനലി ഇതേ കുർത്തി നോക്കിയേ, അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് കാണിക്കാം, അപ്പോഴല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ബോഡി ഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടില്ലേ? അപ്പോൾ ഇനി ആരും ടൈം വേസ്റ്റ് ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് പഠിക്കാനുള്ള പരിപാടി നോക്കിക്കോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് അതും മറന്നു പോവല്ലേ.